ഭാരതം അതിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനം ഒക്കെ ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യമെന്ന ഒരു വലിയ ആശയം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്താണ് ഇന്ത്യ എന്നൊരാശയം രൂപപ്പെടുത്തി നമുക്ക് തന്നത്. ആശയത്തെ നിലനിർത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ മോശമായ ഒരുപാട് കഥകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അദ്ദേഹം കൽക്കരി കുംഭകോണം, ടെലികോം കുംഭകോണം, അങ്ങനെ ഒരുപാട് കുംഭകോണങ്ങളുടെ കഥകളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ ഒരു ക്യാമ്പയിനൊക്കെ നടത്തി അദ്ദേഹത്തിനെ വളരെ മോശമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം ഇല്ലാതാക്കിയത്. തീർച്ചയായിട്ടും ആ ഭരണത്തിലൊക്കെ പല വീഴ്ചകളും ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് വാസ്തവമാണ്. എന്നാൽ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിപൂർണമായും തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ മനുഷ്യന് അദ്ദേഹം വളരെ നോബിളായിട്ട് ഈ രാജ്യത്തിന് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് പാകിസ്ഥാനിലായി പോയ അവരുടെ കുടുംബം ഒരു അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിൽ വരികയും വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പഠിച്ച് പിന്നെ ഇന്ത്യയുടെ RBI ഗവർണറും പിന്നീട് ഫിനാൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഒക്കെയായി മാറിയ ലോകം അറിയപ്പെടുന്ന സമുന്നതനായ ഒരു എക്കണോമിസ്റ്റായിരുന്ന ആ മനുഷ്യനെ വളരെ നീതിയല്ലാത്ത രീതിയിൽ, വളരെ തെറ്റായ രീതിയിൽ ഈ രാജ്യം കള്ളപ്രചരണത്തിലൂടെ അദ്ദേഹത്തിനെ ദുഃഖിപ്പിച്ചു എന്നുള്ളത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ കള്ളമൊക്കെ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ കള്ളമൊക്കെ ഉൽപ്പാദിപ്പിച്ച് അത് വളരെ സുന്ദരമായിട്ട് വിറ്റഴിക്കാൻ ഈ സ്വതന്ത്ര രാജ്യത്ത് കഴിയുന്നെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം വളരെ വൈകല്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴും അതെല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അല്ല. നല്ലത് പ്രോത്സാഹിപ്പിക്കാനും ചീത്തയെ തമസ്കരിക്കാനുമുള്ളൊരു സ്വാതന്ത്ര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയത്തെ നിലനിർത്തുന്നതിന് തക്കതായതൊക്കെ വളർത്തുകയും അതിനെ അല്ലാത്തതെല്ലാം നമ്മൾ തമസ്കരിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണ സന്തോഷത്തിൽ നിലനിൽക്കുകയുള്ളൂ.